നമസ്തേ. ദശരഥന്റെ മരണവാർത്തയായിരുന്നു നമ്മൾ കണ്ടത്. ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. പക്ഷെ ഒന്നുമില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. സൗന്ദര്യത്തിന്റെ മൂർത്തമദ്ഭാവമായ 3 ധർമ്മപത്നിമാര്, എന്തിനും പോന്നതും സൽഗുണവാന്മാരുമായ 4 സന്തതികള്, അനേകൻ രാജാക്കന്മാര് ചക്രവർത്തിയായി കണ്ട് അംഗീകരിച്ച് പൂജിച്ച വ്യക്തി, ജനങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവർ കാത്തുസൂക്ഷിച്ച മഹാരാജൻ, ദേവന്മാർക്ക് പോലും പ്രിയങ്കരൻ, അങ്ങനെയുള്ള ദശരഥനാണ് സാധാരണക്കാർക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സങ്കടത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ് ജീവനെ ത്യജിക്കേണ്ടി വന്നത്. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? ജനിച്ചാൽ മരിക്കണം. ദശരഥൻ എന്ന് പറഞ്ഞാൽ മോശക്കാരനൊന്നുമല്ല. ഒരേ സമയത്ത് 10 മഹാരഥന്മാരായ രാജാക്കന്മാരുടെ കഴിവുകൾ പരിപൂർണമായി പ്രകടമാകുന്ന വ്യക്തിയാണ് ദശരഥൻ. അതുകൊണ്ടാണല്ലോ ദേവന്മാർ പോലും അവരുടെ കാര്യങ്ങൾക്കായി സഹായത്തിനായി ദശരഥനെ വിളിച്ചത്. അങ്ങനെയുള്ള ദശരഥനെ അത്ര പെട്ടെന്നൊന്നും ആർക്കും വധിക്കാൻ കഴിയുകയില്ല. എന്നാൽ പോകേണ്ട സമയത്ത് മടങ്ങിപ്പോകണ്ടേ? രാജാവാണെങ്കിലും യാചകനാണെങ്കിലും അനുവദിക്കപ്പെട്ട സമയം കഴിയുമ്പോൾ മടങ്ങിപ്പോകണം. അതിന് ഈശ്വരനും പ്രകൃതിയും ഓരോരോ കാരണങ്ങൾ സൃഷ്ടിക്കും. അത്തരത്തിലൊരു സൃഷ്ടിയാണ് ഇവിടെയും നടന്നത്. അതിന് മന്ദര ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കൈകേകി ഒരു നിമിത്തമായി. എല്ലാത്തിനും കാരണം വേണമല്ലോ. അത് അവരിലൂടെ സംഭവിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. ശരിക്കും നമ്മുടെ ഈ ദശരഥനായി ഗതി വരുവാനുള്ള കാരണം എന്താണെന്ന് വാൽമീകി ദശരഥനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്. ദശരഥൻ ഇത് ആരോടാ പറയുന്നത്? തൻ്റെ പ്രഥമ പത്നിയായ കൗസല്യാദേവിയോടാണ് പറയുന്നത്. രാമൻ വനത്തിലേക്ക് പോയപ്പോൾ തന്നെ ബോധഹീനനായ രാജാവ് ബോധം തിരികെ കിട്ടിയപ്പം തൻ്റെ മന്ത്രിപ്രവനോട് പറഞ്ഞത്, ഉടൻ തന്നെ ഈ ദുഷ്ടയായ കൈകേയിയുടെ കൊട്ടാരത്തിൽ നിന്ന് എന്നെ താങ്ങിയെടുത്താണെങ്കിലും വേണ്ടില്ല, എൻ്റെ പ്രിയപ്പെട്ടവളായ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. മന്ത്രിപ്രവരൻ അപ്രകാരം തന്നെ അനുസരിച്ചു. രാജാവിനെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. കൗസല്യയുടെ കൊട്ടാരത്തിൽ എത്തിച്ചപ്പോൾ അവിടെ എന്താ അവസ്ഥ? തൻ്റെ പൊന്നോമനപുത്രനെ ഒരു കാരണവും കൂടാതെ കാട്ടിലേക്ക് അയച്ചിട്ട് വന്നിരിക്കുക. കൈകേയിയുടെ ഒരു വാക്ക് ദശരഥ മഹാരാജൻ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മകൻ വനത്തിൽ പോകേണ്ടതില്ല. മകൻ മാത്രമാണോ? ഭഗവാനെ, അങ്ങ് മിഥിലാപുരിയിൽ നിന്ന് മഹാലക്ഷ്മിക്ക് തുല്യം രൂപലാവണ്യവും സ്വഭാവമഹിമയുള്ള ഒരു പെൺകിടാവിനെ കൂടെ കൊണ്ടുവന്നു. ഇവിടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഐശ്വര്യത്തോടു കൂടി കുടിയിരുത്താൻ കൊണ്ടുവന്നത്. അതാണ്ട് ഇപ്പൊ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. ആലോകരറിഞ്ഞാൽ എന്തു പറയും? ആ ജനക മഹാരാജാവിനോട് തന്നെ എന്തു പറയും എന്ന ചിന്തയും തൻ്റെ പൊന്നോമനപുത്രനെ ഈ രാജൻ വനത്തിലേക്ക് വിട്ടല്ലോ എന്ന ആ മാതൃഹൃദയത്തിൻ്റെ നൊമ്പരത്തോടു കൂടി പരിതപിച്ചുകൊണ്ടിരുന്ന കൗസല്യയുടെ അരികിലേക്കാണ് വന്നത്. തന്നെ കൗസല്യ ശ്രദ്ധിക്കുന്നില്ല. സാധാരണ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ദശരഥൻ വന്നാൽ ഓടിയെത്തി ആരതിയൊക്കെ ഒഴിഞ്ഞ് പരിചാരങ്ങളും ശുശ്രൂഷാദികളും ഒക്കെ ആരംഭിക്കുന്ന കൗസല്യ ആണെങ്കിൽ നെഞ്ചത്തരിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുക, മോനെ 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 എന്ന്. മകൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ദുഃഖത്തിൽ, അല്ലെങ്കിൽ മകൻ വനത്തിലേക്ക് പോയ ദുഃഖത്തിലിരിക്കുന്ന അമ്മ ഭർത്താവിനെ ശുശ്രൂഷിക്കണമെന്ന് പറയുന്നത് നീതിക്ക് നിരക്കാത്തതായതുകൊണ്ടാവാം. ഏതായാലും തൻ്റെ പ്രാണപ്രിയ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഓരോരോ വാക്കുകൾ പറഞ്ഞ് തന്നെ നൊമ്പരപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ദശരഥൻ തനിക്ക് ഈ അവസ്ഥ വരുവാനുള്ള കാരണം ദശരഥന്റെ നാവ് കൊണ്ട് തന്നെ പറയുന്നു, പ്രാണപ്രിയേ, എനിക്ക് ഈ ഗതി തീർച്ചയായും വരും. കാരണം കാരണമുണ്ട്. അതിനൊരു കാരണമായി കൈകേകി മാറി എന്ന് പറയുന്നതായിരിക്കും ശരിക്കും. എന്നാൽ ശരിക്കുമുള്ള കാരണം അതല്ല. കാരണം ഞാൻ തന്നെ അറിയാതെ ചെയ്ത ഒരു മഹാപാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. എൻ്റെ മരണം ഇപ്രകാരമേ സംഭവിക്കൂ എന്ന് കുറേ നാളുകൾക്ക് മുമ്പ് തപശക്തി വളരെയധികമുള്ള ഒരു വൃദ്ധതാപസൻ എന്നെ ശപിച്ചിരുന്നു. അതുമൂലമാണ് എനിക്ക് ഈ ഗതി വന്നത്. നീ പുത്രദുഃഖത്താൽ തന്നെ മരിക്കട്ടെ എന്ന് അദ്ദേഹം ശപിച്ചതിൻ്റെ പരിണിത ഫലമാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ മനസാ വാച കർമ്മണ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത അപരാധമല്ല. അതെപ്രകാരമാണെന്ന് ഞാൻ നിന്നോട് പറയാം. ഒരിക്കൽ രാത്രിയിൽ നായാടുവാൻ വേണ്ടി ഞാൻ വനത്തിലേക്കെത്തി. കുലച്ച വില്ലുമായി 4 ഭാഗവും ഇരയെ അന്വേഷിച്ച് നടക്കുമ്പോൾ അല്പം ദൂരെ നിന്നൊരു ശബ്ദം കേട്ടു. ആന തൻ്റെ തുമ്പിക്കൈയിൽ ജലം നിറയ്ക്കുന്ന പോലെ ഒരു ശബ്ദം. നദീതീരത്തു കൂടെ പോയ ഞാൻ എന്ത് ധരിച്ചു? ആന ആറ്റിൽ നിന്ന് ജലം തന്റെ തുമ്പിക്കൈയിലേക്ക് നിറയ്ക്കുകയാണ് എന്ന് ധരിച്ചു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാനൊരു അസ്ത്രം അയച്ചു. അസ്ത്രം അയച്ച് ഒരല്പനിമിഷം കഴിഞ്ഞപ്പോൾ മറുഭാഗത്ത് നിന്ന് ഏതു ഭാഗത്തേക്കാണോ അസ്ത്രം ഞാൻ അയച്ചത് അവിടെ നിന്നൊരു നിലവിളി. ആനയുടെ അല്ലെന്നേ, ഒരു സാധാരണ മനുഷ്യന്റെ. അയ്യോ, അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലേ, ഇന്ന് വരെ ഒരു പ്രാണിയെ പോലും കൊന്നിട്ടില്ലേ, പൃഥരായ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദാഹജലം എടുക്കുവാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ്. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ ആരാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് നിലവിളിക്കുന്നു. ഓടിയെത്തിയ ദശരഥൻ ആകെ അസ്ത്രപ്രജ്ഞനായി. എന്താണ് കാണുന്ന കാഴ്ച? മനസാ വാച കർമ്മണ ചിന്തിച്ചതേ അല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഒന്നുറപ്പാണ്, ആ കുമാരൻ്റെ ഹൃദയഭാഗത്ത് തന്നെ അസ്ത്രം കൃത്യമായിക്കൊണ്ടിരിക്കുന്നു. ആ അസ്ത്രമാരുടേതാ? എൻ്റെ അസ്ത്രം തന്നെയാണ്. അപ്പോൾ ഞാൻ ആനയെന്ന് കരുതി അയച്ച അസ്ത്രം ഈ കുമാരൻ്റെ ഹൃദയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്ന് കണ്ടതോടുകൂടി ആകെ സങ്കടക്കയത്തിലേക്ക് എത്തി ദശരഥൻ
ഓടിയെത്തി ആ മുനികുമാരനോട് പറയുന്നു, അല്ലയോ മുനികുമാരാ, പൊറുക്കണം പൊറുക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അങ്ങ് ആറ്റിൽ നിന്ന് കുടമെടുത്ത് ജലം നിറയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഏതോ ആന ആറ്റിൽ നിന്ന് തൻ്റെ തുമ്പിക്കൈയിൽ ജലമെടുക്കുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഈ ഉള്ളവൻ അസ്ത്രം അയച്ചത്, എന്നോട് പൊറുക്കണം പൊറുക്കണമെന്ന് പറയുകയും ആ മുനികുമാരൻ്റെ, അതോ എന്തൊരു തേജസ്സാ ഭഗവാനെ, സൂര്യന് തുല്യം ജ്വലിക്കുന്ന തേജസ്സുള്ള ആ മുനികുമാരൻ്റെ ശിരസിനെ എടുത്ത് എൻ്റെ മടിയിലേക്ക് വെച്ച് സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മുനികുമാരൻ പറയുന്നു, എന്തായാലും രാജൻ, എനിക്ക് മരണം ഉറപ്പാണ്. അങ്ങേ ഒരു കാര്യം ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇവിടേക്ക് എത്താനുള്ള കാരണം എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ അല്പം അകലെയുള്ള ഒരു പർണശാലയിലുണ്ട്. അവരാകെ ദാഹാർത്തരാണ്. അവരുടെ ദാഹം ശമിപ്പിക്കുവാൻ, ജലമെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പാതിരാവിൽ ഞാൻ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് അങ്ങേ എന്ത് ചെയ്യണം, ആ കാണുന്ന കുടത്തിൽ ഒരല്പം ജലമെടുത്ത് അവിടേക്ക് എത്തിക്കുക. തുടർന്ന് അവരോട് പറയുക നടന്ന സംഭവങ്ങൾ. എനിക്ക് തോന്നുന്നത് അവരങ്ങോട് ക്ഷമിക്കുമെന്നാണ്. ഇനി എൻ്റെ താതർ ഏതെങ്കിലും രീതിയിൽ കോപമാണ് ഉണ്ടാകുന്നതെങ്കിൽ പക്ഷേ ശപിച്ച് ഭസ്മമാക്കാൻ പോലും സാധ്യതയുണ്ട്. ഏതായാലും അങ്ങ് അറിയിക്കണം. പോകുന്നതിന് മുമ്പ് അങ്ങ് എന്നോട് അല്പം കരുണ കാട്ടണം. വേദന അനുഭവിച്ച് ഇങ്ങനെ കിടക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് അങ്ങയുടെ കയ്യാൽ തന്നെ പ്രയോഗിക്കപ്പെട്ട അസ്ത്രം അങ്ങയുടെ കയ്യാൽ തന്നെ ഊരി എന്നെ മൃത്യുവിന് വിട്ടുകൊടുക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണം ചെയ്യണം എന്ന് ആ കുമാരൻ പറയുമ്പോൾ, മനസ്സില്ല മനസ്സോടുകൂടി എങ്ങനെ ഊരും എന്ന ചിന്തയോടുകൂടി ഇരിക്കുമ്പോൾ ആ കുമാരന്റെ നിർബന്ധം കൂടി കലശലായതോടുകൂടി അവന്റെ വേദന ഇല്ലാതാക്കണമെന്ന ചിന്ത വന്നതോടുകൂടി ദശരഥൻ തന്റെ കൈകളാൽ ആ അസ്ത്രം ഊരുന്നതോടുകൂടി ആ മുനികുമാരൻ തന്റെ പ്രാണനെ വിട്ട് പരലോകത്തിലേക്ക് പോകുന്നു. തുടർന്ന് ആ മുനികുമാരൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് ആവശ്യപ്പെട്ടത് ചെയ്തു കൊടുക്കേണ്ടത് ധർമ്മമാണ്, കർമ്മമാണ് എന്ന് മനസ്സിലാക്കിയ ദശരഥൻ നമ്മൾ ആരെങ്കിലും വരുന്നേ അപ്പോഴേ ഓടിയാനും തിരിച്ച് ആ മുനിയുടെ പർണശാലയിലേക്കല്ല 7 അയലത്തോട്ട് പോലെ. കാരണം വേറെ ആരും കണ്ടിട്ടില്ല. ഇനിയും കണ്ടാൽ തന്നെ അധികാരത്തിന്റെ മൂർധഭാഗമായ രാജാവാണിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ആരെന്ത് ചോദിക്കാനാ? പക്ഷേ ധർമ്മബോധം, കൃത്യമായ സത്യബോധമുണ്ടായിരുന്ന ദശരഥൻ മുനികുമാരൻ പറഞ്ഞതുപോലെ പർണശാലയെ അന്വേഷിച്ച് യാത്രയാകുന്നു. അല്പം മുന്നോട്ട് നടന്നപ്പോൾ ലക്ഷണയുക്തമായ ഒരു പർണശാല കണ്ടു. പർണശാലയുടെ അരികിലേക്ക് എത്തിയപ്പോൾ തന്നെ പരിവേദനങ്ങളും നിലവിളികളും ഒക്കെ അവിടെ നിന്ന് കേൾക്കാം. അയ്യോ, കുമാരൻ പോയിട്ട് വളരെ നേരമായി കാണുന്നില്ലല്ലോ, രാത്രിയായതാണ്, വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും, കുഞ്ഞിന് വല്ലതും പറ്റിയോ, ഏതെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് വൃദ്ധയായ ആ മുനി പത്നി ചോദിക്കുമ്പോൾ വൃദ്ധതാപസൻ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള അശുഭ വാർത്തകളൊന്നും ചിന്തിക്കാതിരിക്കുവോ, പറയാതിരിക്കുവോ. കുമാരൻ ഒരു കുഴപ്പമോ സംഭവിക്കില്ല. ഉടൻ തന്നെ നമ്മുടെ ഉണ്ണി ഇവിടെ എത്തും. നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ ജലമെടുക്കാൻ പോയതല്ലേ, അവൻ എത്തും. സമാധാനമായിരിക്കൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആ രംഗത്തിലേക്കാണ് ദശരഥൻ എത്തിയത്. എത്തണോ വേണ്ടായോ, ചെന്ന് സത്യം പറയണമോ എന്ന ചിന്ത വന്നുവെങ്കിലും വരുന്നത് എന്തും വരട്ടെ എന്ന ചിന്തയോടുകൂടി ദശരഥൻ ആ വൃദ്ധതാപസന്റെ അരികിലേക്ക് ഓടി. ദശരഥന്റെ പദവിന്യാസം ശ്രവിച്ചപ്പോൾ തന്നെ മുനി ചോദിച്ചു, ഹേ പുത്ര, നീ എത്തിയോ? ഓടി വരിക, ഉണ്ണിയേ, കഠിനമായ ദാഹമുണ്ട്, അല്പം ജലം ഇവിടേക്ക് തരൂ. എന്തേ ഇത്ര വരുവാൻ താമസമുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ എന്തു പറയണം എന്നറിയാതെ ആകെ വിഷണ്ണനാകുന്നു നമ്മുടെ ദശരഥൻ. തുടർന്ന് സത്യലംഘനം നടത്തരുത് എന്ന ബോധ്യമുള്ളതിനാലും മരിക്കുന്നതിന് മുമ്പ് ആ മുനികുമാരന് താൻ കൊടുത്ത വാക്കാണ്, തന്നോട് ആവശ്യപ്പെട്ടതാണ്, അത് പാലിക്കുക തന്നെ വേണം. ആരും കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ഒളിച്ചോടാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മടങ്ങാം എന്നുള്ളതല്ല ചെയ്യേണ്ടത്. തീർച്ചയായും സത്യമായി തന്നെ ഇവരോട് പറയണമെന്ന ചിന്തയോടുകൂടി ദശരഥൻ ആ വൃദ്ധ താപസ ദമ്പതിമാരോട് പറയുന്നു, അല്ലയോ താപസശ്രേഷ്ഠ, ഞാൻ അങ്ങയുടെ പുത്രനല്ല, ഞാൻ അയോധ്യാധിപനായ രാജാ ദശരഥനാണ്. ഞാൻ മൃഗയാ വിവശനായി വനത്തിലൂടെ അലയുമ്പോൾ ആന തൻ്റെ തുമ്പിക്കൈയിൽ ജലം നിറയ്ക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ അസ്ത്രം അയച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അത് ആനയല്ലായിരുന്നു, അങ്ങയുടെ പുത്രൻ ജലം കുടത്തിലേക്ക് നിറയ്ക്കുന്ന ശബ്ദമാണ് കേട്ടത്. എൻ്റെ അസ്ത്രമേറ്റ അങ്ങയുടെ പുത്രൻ പരലോകത്തിലേക്ക് എത്തപ്പെട്ടു. പരലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങയുടെ പുത്രൻ അങ്ങയ്ക്കും അങ്ങയുടെ ധർമ്മപത്നിക്കും കുടിക്കുവാനുള്ള ജലം ഇവിടെ എത്തിക്കണമെന്നും നടന്ന സംഭവങ്ങൾ പറയണമെന്നും നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്നും ഒക്കെ പറഞ്ഞു. ഈ വാർത്ത കേട്ടതോടുകൂടി മുനിപത്നി നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, കണ്ണില്ലാത്ത ഞങ്ങളുടെ കണ്ണായിരുന്നില്ലേ കണ്ണാ നീ, നടക്കുവാനുള്ള ശക്തി ഇല്ലാതിരുന്ന ഞങ്ങളുടെ ശക്തിയായിരുന്നില്ലേ കണ്ണാ നീ, ഇനിയും ഞങ്ങൾ കാണുന്നതെങ്ങനെ, നടക്കുന്നതെങ്ങനെ, കഴിക്കുന്നതെങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു. ഉണ്ണിയേ 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 എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും തുടർന്ന് ധർമ്മപത്നിയോടൊപ്പം ആ താപസനും നിലവിളിക്കുന്നതോടുകൂടി ദശരഥൻ ആകെ സങ്കടക്കയത്തിലേക്ക് എത്തി. തുടർന്ന് ആ വൃദ്ധതാപസം ദശരഥനോട് പറഞ്ഞു, എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. അങ്ങ് ഒരു കാര്യം ചെയ്യുക, എൻ്റെ ഉണ്ണിയുടെ മൃതദേഹം എവിടെയാണ് കിടക്കുന്നത്, അവിടേക്ക് ഞങ്ങളെ ഇരുവരെയും കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് പറയുമ്പോൾ ഒട്ടും അമാന്തമുണ്ടായില്ല. ആ വൃദ്ധതാപസ ദമ്പതിമാരുടെ കരങ്ങളെ പിടിച്ചുകൊണ്ട് ദശരഥൻ അവരെ
ആ യുവാവിന്റെ ദേഹം കിടന്ന സ്ഥലത്തേക്ക് എത്തിച്ചു. കണ്ണു കാണാൻ കഴിയുകയില്ല എങ്കിലും കൈവിരലുകളാൽ ആ കുമാരന്റെ ശരീരം മുഴുവൻ ആപാദചൂടം തലോടിക്കൊണ്ട് പുത്ര 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 എന്ന് വിളിച്ച് അവർ നിലവിളിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ മുനി രാജാവിനോട് പറഞ്ഞു, ഹേ മഹാരാജ്, ഒരു നല്ല ചിത തയ്യാറാക്കണം. എൻ്റെ പുത്രനെ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ദശരഥൻ തന്നാൽ കഴിയാവുന്ന രീതിയിൽ ഉത്തമമായ ഒരു ചിത തയ്യാറാക്കി. ആ ചിതയിലേക്ക് ആ മുനിപുത്രന്റെ ദേഹത്തെ എടുത്ത് വെക്കുകയും അഗ്നി പകരുകയും ചെയ്തു. പിന്നീടാണ് ദശരഥൻ ശരിക്കും ഞെട്ടിപ്പോയത്. ആളിക്കത്തിയ അഗ്നിയിലേക്ക് മുനിപത്നി ഇതാ തന്റെ ദേഹത്തെ സമർപ്പിച്ചു. തൊട്ടുപുറകിന് മുനിയും ദേഹത്തെ സമർപ്പിക്കാൻ ശ്രമിക്കുന്നു. ദേഹം അഗ്നിക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് വളരെ വ്യക്തമായും സ്പഷ്ടമായും തനിക്ക് കേൾക്കത്തക്ക രീതിയിൽ ആ താപസ ശ്രേഷ്ഠൻ ഒരു വാക്ക് പറഞ്ഞു, തനിക്കൊരു ശാപം തന്നു. എന്തായിരുന്നു അത്? നീയും ഞങ്ങളെ പോലെ പുത്രദുഃഖത്താൽ മരിക്കപ്പെടും. യാതൊരു സംശയവുമില്ല. ഞങ്ങള് എത്രത്തോളം ഹൃദയവ്യഥയോടുകൂടിയാണ് പ്രാണനെ ത്യജിക്കുന്ന, അപ്രകാരം തന്നെയായിരിക്കും നിനക്ക് പ്രാണഹാനി സംഭവിക്കാൻ പോകുന്നത് എന്ന ശാപം തന്നിട്ടാണ് അദ്ദേഹം അഗ്നിയിലേക്ക് പ്രവേശിച്ചത്. അതിനാൽ പ്രാണപ്രിയേ, അതാണ് കാരണം ഇതെല്ലാം കൈകേയിയും മന്ധരയുമെല്ലാം നിമിത്തം മാത്രമായതായിരിക്കും എന്ന് ദശരഥൻ പറയുമ്പോൾ കൗസല്യാമ്മ അതിനെന്തു മറുപടി പറഞ്ഞോ? ഒരുപക്ഷെ കൗസല്യാമ്മ അത് ശ്രമിച്ചോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ഏതായാലും താൻ ഇത്രയേറെ പറഞ്ഞിട്ടും കൗസല്യ ശ്രദ്ധിക്കുന്നില്ല, തന്നെ സാന്ത്വനപ്പെടുത്തുന്നില്ല എന്ന് കേട്ടതോടുകൂടി സ്വാഭാവികമായും രാജാവിന്റെ മനസ്സും ശരീരവും തളർന്നു. തന്നെ ഏവരും അവഗണിച്ചിരിക്കുന്നു, താൻ ഏവരാലും വെറുക്കപ്പെട്ടവനായിരിക്കുന്നു എന്ന് സ്വയം തോന്നൽ വന്നത് കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും ഒരു സാന്ത്വന വാക്കുപോലും ആരിൽ നിന്നും ലഭിക്കാതെ എല്ലാം ഉള്ളവനായിട്ടും ഐശ്വര്യങ്ങളുടെ വിളനിലമായിരുന്ന അയോധ്യയിലെ മഹാനായ രാജാ ദശരഥൻ ഒരു സാധാരണക്കാരനേക്കാൾ മോശമായ തലത്തിലേക്ക് എൻ്റെ ദേഹത്തെ വെടിയുകയും ചെയ്തു. അപ്പോഴാണ് മിത്രങ്ങളെ നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം വരുന്നത്. ശരിക്കും ദശരഥന് ഈ അവസ്ഥ വരാനുള്ള കാരണക്കാരൻ ആരാ? മുനീശ്വരനാണോ? മുനിയുടെ പത്നിയാണോ? കൈകേയിയാണോ? ഇനിയും മന്ധര തന്നെയാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അഭിപ്രായ സ്വാതന്ത്ര്യവും മിത്രങ്ങളെ നിങ്ങൾക്ക് തന്നുകൊണ്ട് ഇനിയും ദശരഥന്റെ മരണത്തിനു കാരണമായി മന്ധര കൈകേയിയുടെ അരികിലേക്ക് എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾക്ക് അടുത്ത ഭാഗത്തിൽ അറിയുവാൻ ശ്രമിക്കാം. അതുവരെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവന്റെ ശതകോടി പ്രണാമം. ഹരിയോം.